Good day all. ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ഡിഫറൻസ് ഓഫ് മീൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ഇക്വാളിറ്റി ഓഫ് മീൻസ്. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സാമ്പിളാണ് എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ ഇക്വാളിറ്റി ഓഫ് മീൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് മീൻസ് വരുമ്പം രണ്ട് സാമ്പിൾ എടുക്കണം. അതായത് x1 x2 എക്സെട്ര xn1 എന്ന് പറയുന്നത് റാൻഡം സാമ്പിളാണ്, സൈസ് n1 ആണ്, അതിൻ്റെ മീൻ μ1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ1. അതുപോലെ y1 y2 എക്സെട്ര yn2 എന്ന് പറയുന്നത് റാൻഡം സാമ്പിളാണ്, സൈസ് n2 ആണ്, അതിൻ്റെ മീൻ μ2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ2. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്താണ് μ1ഉം വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ് σ1² നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഫോളോ ചെയ്ത് നോർമൽ μ σ² എക്സ് ബാർ ഫോളോ ചെയ്യുന്നതായിരിക്കും നോർമൽ മീൻ മ്യൂ വേരിയൻസ് σ²/n. അതന്നെ എക്സ്പെക്റ്റേഷൻ μ2 വേരിയൻസ് ഓഫ് y ബാർ എന്താണ് σ2²/n2. അപ്പം നമ്മൾക്ക് ഇവിടെ നോക്കുന്നത് എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ഡിഫറൻസ് ഓഫ് മീൻസ്. അതായത് μ1 മൈനസ് μ2വിൻ്റെ എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇവിടെ z = എടുക്കുന്നത് എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് μ1 മൈനസ് μ2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് σ1²/n1 പ്ലസ് σ2²/n2 ആണ് എടുക്കുന്നത്. എക്സ് ബാർ മൈനസ് വൈ ബാർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് വൈ ബാർ എടുക്കുമ്പം അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് വൈ ബാർ എടുക്കുമ്പോൾ എന്ത് കിട്ടും μ1 മൈനസ് μ2 കിട്ടും. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് ബാർ മൈനസ് വൈ ബാർ എന്താണ് വേരിയൻസ് ഓഫ് എക്സ് ബാർ പ്ലസ് വേരിയൻസ് ഓഫ് വൈ ബാർ. വേരിയൻസ് ഓഫ് എക്സ് ബാറിന് σ1²/n1 പ്ലസ് σ2²/n2. അത് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ് നോർമൽ, സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു μ1 മൈനസ് μ2വിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുന്നു. അതായത് എന്താണ് അതായത് z ഇവിടെ എടുക്കുക എന്താണ് എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഓഫ് μ1 മൈനസ് μ2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് σ1²/n1 പ്ലസ് σ2²/n2. ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും നോർമൽ 0 1 ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്യുന്ന തന്നെ എന്ത് കണ്ടുപിടിക്കണം അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കണം. അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡ് z <= എന്താണ് z∝/2 എന്ന് കൊടുക്കുന്നു ആൽഫ എന്ന് കൊടുക്കുന്നു. പ്രോബബിലിറ്റി ഓഫ് മൈനസ് z∝/2 ഇൻറ്റു <= z വരെ നമ്മൾ ഈ വാല്യൂ ഡയറക്റ്റ് കൊടുക്കുകയാണ്. അതായത് എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് എന്താണ് μ1 മൈനസ് μ2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് σ1²/n1 പ്ലസ് σ2²/n2 <= z∝/2 എന്ന് കൊടുക്കുന്നു ആൽഫ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചേർന്നൊക്കെ തന്നെ എന്താണ് ഈ നേരത്തെ ചേർന്നൊക്കെ തന്നെ μ1 മൈനസ് μ2വിനെ എന്താക്കുന്നു സെൻറ്ററാക്കി വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടേംസിനെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ σ1²/n1 ഇതിനെ എന്ത് ചെയ്യുന്നു ലെഫ്റ്റും റൈറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് കിട്ടും പ്രോബബിലിറ്റി ഓഫ് മൈനസ് z∝/2 ഇൻറ്റു റൂട്ട് ഓഫ് σ1²/n1 പ്ലസ് σ2²/n2 <= എന്ത് വരും എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഓഫ് μ1 മൈനസ് μ2 <= ഇങ്ങോട്ട് ഏതാണ് z∝/2 ഇൻറ്റു റൂട്ട് ഓഫ്
സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, എക്സ് ബാർ മൈനസ് വൈ ബാറിനെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലും റൈറ്റിലോട്ടും കൊടുക്കുന്നു. അപ്പം എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് ഇതെന്താണ്, അപ്പോൾ എന്തൊരു പ്രോബിലിറ്റി ഓഫ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ഇത് പ്ലസ് ആണ്, അപ്പുറത്ത് പോകും മൈനസ് ആണ്, മൈനസ് എക്സ് ബാർ മൈനസ് വൈ ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ 1 ബ്രാക്കറ്റ് കൊടുക്കും, മൈനസ് ഓഫ് മ്യൂ 1 മൈനസ് ഓഫ് മ്യൂ 1 മൈനസ് മ്യൂ 2 ഇത് വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു ആൽഫ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇനി എന്ത് ചെയ്യുന്നു, നമുക്ക് മൈനസ് ഓഫ് മ്യൂ 1 മൈനസ് മ്യൂ 2 ആണ് കിടക്കുന്നത്, നമുക്ക് എന്താക്കണം, അതിനെ പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് വരും, പി ഓഫ് അപ്പം നമുക്ക് മൈനസ് കൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം മൈനസ് ഓഫ് മ്യൂ 1 മൈനസ് മ്യൂ 2 ആണ് നടക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യണം, മ്യൂ 1 മൈനസ് മ്യൂ 2 എന്താക്കണം, പ്ലസ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നിക്വാളിറ്റി എന്ത് തിരി. ഓക്കെ, അപ്പം ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും, ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 പ്ലസ് എന്തെന്ന് വരും, എക്സ് ബാർ മൈനസ് വൈ ബാർ എന്ന് വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറും. മ്യൂ 1 മൈനസ് മ്യൂ 2 ആയിട്ട് മാറും. ഇവിടെ എന്തായിട്ട് മാറും, സോറി ഇവിടെ എക്സ് ബാർ ഇവിടെ ടേം മറന്നുപോയി. ഓക്കെ, ഇവിടെ ഒരു ടേം ഉണ്ടായിരുന്നു, എന്ത് പ്ലസ് അല്ലേ, ഇവിടെ ഒരു മൈനസ് എക്സ് ബാർ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ആൽഫ എന്നൊരു ഇതുകൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താവും, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്തായിട്ട് മാറും, ഇത് പ്ലസ് എക്സ് ബാർ മൈനസ് വൈ ബാർ ആയിട്ട് മാറും, ഈസ് ഈക്വൽ ടു എന്താണ്, ആൽഫ എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുന്നു, ഇനി നമ്മളിന്ന് നേരെ രീതിയിൽ എഴുതും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഈ ടേം എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അതായത് ഇത് എഴുതാം, എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ 1 മൈനസ് മ്യൂ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എഴുതാം, ഈ ടേം. അതായത് എന്താണ്, എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് എഴുതുന്നത്. അപ്പം മ്യൂ 1 മൈനസ് മ്യൂ 2 പാരാമീറ്റർ നടക്കുമല്ലോ. ഓക്കെ, അപ്പം മ്യൂ 1 മൈനസ് മ്യൂ 2വിൻ്റെ
കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കിട്ടി. എന്തെന്ന് എഴുതാം? അതായത് എന്താണ്? എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ബ്രാക്കറ്റ് ആണ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 കോമ എന്ന് കിട്ടും. എക്സ് ബാർ പ്ലസ് വൈ ബാർ എക്സ് ബാർ മൈനസ് എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്ന് കിട്ടും. അപ്പം ഇതാണ് എന്ത്? ഇക്വാളിറ്റി ഓഫ് മീൻസിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് മീൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് വൈ ബാർ മൈനസ് ഓഫ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ n2 സ്ക്വയർ ബൈ n2 കോമ എന്ത്? കോമ എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ n1 ബൈ സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഇവിടെ ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ഇതാണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഓർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ആണ് എന്ത്? കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ഡിഫറൻസ് ഓഫ് മീൻസ്. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷൻ പോപ്പുലേഷൻ വേരിയൻസ് നോൺ ആവുന്ന കേസിലാണ് ഇത്. ഇനി അടുത്ത കേസ് വരുന്നുണ്ട്. എന്നും n2 ലാർജാണ്, സിഗ്മ 1 സിഗ്മ 2 എന്താണ് അൺനോൺ ആണെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഓർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2. ഇവിടെ സിഗ്മയ്ക്ക് ഓവർ എന്തായിട്ട് മാറും? എസ് ആവുന്നേ ഉള്ളൂ. s1 സ്ക്വയർ ബൈ n1 പ്ലസ് s2 സ്ക്വയർ ബൈ n2. ഇത് ഇവിടെ നോർമൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് നോർമൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? n1 n2 രണ്ട് സ്മോൾ സാമ്പിളാണ്, നോർമൽ പോപ്പുലേഷനാണ്, അൺനോൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പക്ഷേ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവൽ എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഓർ മൈനസ് ടി ആൽഫ ബൈ 2 റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 x2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 1 ബൈ n1 പ്ലസ് 1 ബൈ n2 ആണ് ഫോളോ ചെയ്യുന്ന ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം ഇതിൻ്റെ ഡെറിവേഷനും പഠിക്കണം. അത് ഇവിടെ ഓൺ സിംപ്ലിഫിക്കേഷനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ഈ നോട്ടിലില്ല, പക്ഷേ ഞാൻ പഠിപ്പിച്ചത് ഞാനത് കാണിച്ചത് എങ്ങനെ കിട്ടുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഹൈറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് ഉണ്ട് ഹു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ പ്ലേയിങ് ബാസ്കറ്റ്ബോൾ 70 per inches വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2.5 inches. അതായത് 10 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 70 ആണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.5. അതുപോലെ തന്നെ 15 സ്റ്റുഡൻസ് ആയിരുന്നു, അവർക്ക് ഒന്നുമില്ല പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ഇൻട്രസ്റ്റ് ഇല്ല. അവരുടെ മെയിൻ ഹൈറ്റ് 67 inches, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.8 inches തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 95% കോൺഫിഡൻസ് ഇൻ്റർവൽസ് ഫോർ മീൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ n1 s1 n2 x2 ഒക്കെ എക്സ് ബാർ വൈ ബാറൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കാം, ഇവിടെ കാണുന്ന വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അൺനോൺ ആണ്. അതുപോലെ തന്നെ സാമ്പിൾ സൈസ് 30-നെക്കാട്ടും എന്താണ്? കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ നോട്ട് 2-ൽ പറഞ്ഞേക്കുന്ന കോൺഫിഡൻസ് ഇൻ്റർവലാണ് നമ്മൾ എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതായത് എക്സ് ബാർ മൈനസ് വൈ ബാർ പ്ലസ് ഓർ മൈനസ് ടി ആൽഫ ബൈ 2 റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 പ്ലസ് n2 മൈനസ് 2 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ടി ഡിസ്ട്രിബ്യൂഷനാണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 പ്ലസ് n2 മൈനസ് 2 ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സ് ബാർ അറിയാം, വൈ ബാർ അറിയാം, n1 ഒക്കെ തന്നിട്ടുണ്ട്, s1 ഉണ്ട്, ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. വേണ്ടത് ടി ആൽഫ ബൈ 2 ആണ് വേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര കോൺഫിഡൻസ് ഇൻ്റർവലാണ് പറഞ്ഞേക്കുന്നത്?
ക്വസ്റ്റ്യനിൽ 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ് പറഞ്ഞേക്കുന്നത്. 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ആകുമ്പം എന്താണ് ആൽഫ നമ്മൾ ടേബിൾ വാല്യൂ നോക്കുമ്പം T∝/2 കണ്ടുപിടിക്കുക വെച്ചാൽ 1 മൈനസ് എന്ത് കണ്ടുപിടിക്കുക 0.95 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 0.05 കിട്ടും. ഈ 0.05 കിട്ടിയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N1 + N2 - 2 ആണ്. N1 എന്ന് പറയുന്നത് എന്താണ് 10 ആണ്. 10 + 50 എന്ന് പറയുമ്പം 25 - 2 അതായത് 23 എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് 2 tailed തന്നെയാണ് നോക്കുന്നത്. 2 tailed ഏത് കൊടുക്കുക നോക്കുക 0.05 നോക്കുക. എന്നിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 23 കൂടെ എന്ത് ചെയ്യുക നോക്കുക. അപ്പോൾ അത് കിട്ടും. അതായത് ആൽഫ എന്ന് പറയുന്നത് 2 tailed ആണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0.05 ആൽഫ എന്ന് പറയുന്നത് 0.05 23 എന്ന് പറയുമ്പോൾ 2.09 കിട്ടും അല്ലേ 2.069 എന്ന് വരും. ആണേ 2.069 റൗണ്ട് ചെയ്തതാണ് അവർ 2.07 എന്ന് എഴുതിയതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് T∝/2 വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കേസ് വന്നാണ് T ഡിസ്ട്രിബ്യൂഷൻ വന്നത്. ബാക്കി അതായത് N1 N2 ലാർജും ആണ്, σ1 σ2 അൺനോൺ കേസ് ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കുക. Z∝/2 കണ്ടുപിടിക്കുന്നത് 95%ൽ Z∝/2 വാല്യൂ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 1.96 ആണ്. 90% 1.6 സംതിങ് വരും. അത് കാണാൻ പഠിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ.